ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു പ്രണയം വളരെ സീരിയസ് ആയിട്ട് അവിടെ മുട്ടിടുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കമിതാക്കൾ മറ്റാരുമല്ല, നമ്മുടെ അനുമോളും പ്രവീണുമാണ്. ഈ പ്രവീണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പ്രവീൺ പുറത്തു നിന്ന് കളി കണ്ടിട്ട് വൈൽഡ് കാർഡായിട്ട് അകത്ത് കയറിയ ആളാണ്. സ്വാഭാവികമായിട്ടും അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്നും ആ സപ്പോർട്ട് വെച്ച് അനുമോളുടെ കൂടെ ലവ് ട്രാക്ക് പിടിച്ചാൽ അനുമോളെ അവിടെ നിലനിർത്തുന്ന പ്രേക്ഷകർ തന്നെയും കുറച്ച് കൂടുതൽ ദിവസം അവിടെ നിലനിർത്തുമെന്നുള്ള ചിന്തയാണ് ഒരു പക്ഷേ പ്രവീണെ കൊണ്ട് അനുമോളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അനുമോൾക്ക് എന്താണെന്ന് അറിയില്ല. അനുമോൾ ആദ്യം മുതൽ അവിടെ ഒരു കോംബോ വേണം എന്ന് ആഗ്രഹിച്ച് പെരുമാറുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ആരിനുമായിട്ടാണെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും ഒരു കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ ലവ് ട്രാക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല കണ്ടൻറ്റുകളും അതുവഴി കൊടുക്കാൻ പറ്റും എന്നായിരിക്കും അനുമോളുടെ വിചാരം. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഒരു പ്രണയത്തിനോട് അടുത്തുള്ള ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതിപ്പോൾ ജിസയിലും ആരിനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയുള്ള സൗഹൃദമല്ല, അല്ലാത്ത രീതിയിലുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ ഉള്ളതായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ടാസ്കിനിടയിൽ, നമ്മുടെ നൂറില ചെരുപ്പ് ഫാക്ടറി ടാസ്കിനിടയിൽ നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിച്ച് നൂറയുടെ അടുത്ത് നിന്ന് ജോലി വാങ്ങാം എന്നൊക്കെ ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർക്കിടയിൽ ഒരു കോംബോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു പ്രണയം മുട്ടിടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഇവരുടെ മാനറിസങ്ങളും ഇവരുടെ ആക്ഷൻസും കാര്യങ്ങളും സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് ഉറപ്പാണ്. അതിന് ജെന്യൂനായിട്ട് ഉള്ളതാണോ അതോ ഇവർ രണ്ടുപേരും അഭിനയിക്കുന്നതാണോ എന്ന് മാത്രമേ പ്രേക്ഷകർക്ക് അറിയാനുള്ളൂ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.